ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ പൂവ്. ഈ പൂവിൻ്റെ പേര് കദളി എന്നാണ്. മറ്റേ പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റോസാപ്പൂവാണ്. ഈ പൂവിൻ്റെ പേരാണ് വാടാമുല്ല. ഈ ചെടി പൂമ്പാറ്റ എല്ലാം വന്നിരിക്കുമെന്നും പറഞ്ഞാണ് ഞങ്ങളിത് വന്ന് നട്ടുവെച്ചത്. അപ്പോൾ ഇത് കുറേ വലുതാകുമെന്നാണ് പറയുന്നത്. ഇതൊരു പ്രത്യേക നിറത്തിലുള്ള ഒരു പൂവാണ്. ഈ പൂവിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈ ചെടി നമുക്ക് നല്ല ഗുണമുള്ളതാണ്. നമുക്ക് കാലുവേദനയൊക്കെ വരുമ്പോൾ ഇത് അരച്ച് എണ്ണ മുറുക്കി നമുക്ക് തേക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കറ്റാർവാഴയാണ്. ഈ പൂവിൻ്റെ പേരാണ് സീനിയ. ഇത് കുറേ മാസത്തോളം ഇങ്ങനെ നിൽക്കും. ഇത് സീനിയയുടെ വേറൊരു കളർ പൂവാണ്. ഈ പൂവിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ വീട്ടിൽ പ്രത്യേക തരം കാണപ്പെടുന്ന ഓരോരോ ചെടികളാണ്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല കേട്ടോ. ഇതും അതുപോലത്തെ തന്നെ ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേരും എനിക്കറിയത്തില്ല. ഇതിലൊരു പൂവുണ്ട്. ഇതങ്ങ് കിളുത്തങ്ങ് മണ്ടേ നിൽക്കുവാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ചെറിയത് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. അതിൻ്റെ മണ്ട നിറച്ചും പൂക്കളാണ്. ഇതും അതിൽ കാണപ്പെടുന്ന ഒരു അടിപൊളി മഞ്ഞ നിറത്തിലുള്ളൊരു ചെടിയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട് ചെടിയാണ്. കാരണം ഇതിൻ്റെ ഈ മഞ്ഞപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ ചെടിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ചെടിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇതൊരു കുന്ന് പോലെയാണ് നിൽക്കുന്നത്. ഈ പൂവിൻ്റെ പേരും എനിക്കറിയത്തില്ല. കാണുമ്പോഴൊന്ന് നല്ല രസമുള്ളത് കൊണ്ട് നട്ടു വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേക തരം പൂവാണ് ഓർക്കിഡ്. ഈ ഓർക്കിഡിലേ ഒരു കുഞ്ഞൻ ഉറുമ്പിരിപ്പുണ്ട്. ഈ ചെടി കണ്ടോ? ഇതൊരു പ്രത്യേക തരം ചെടിയല്ലേ. കാണാനും നല്ല രസമാണ്. നല്ല നൈസായിട്ടിരിക്കുന്ന നല്ല സൂപ്പർ ചെടിയാണ്. ഇത് കടകളിലൊക്കെ നല്ല റേറ്റാണ് ഇതിന്. ഇത് നമ്മുടെ മുല്ലപ്പൂ പോലെ ഇരിക്കുന്ന ഒരു പൂവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പൂവാ അല്ലേ. ഇനി നിങ്ങളെ ഞാൻ ഇത് മുഴുവനായിട്ടുള്ള എൻ്റെ കൊച്ചു ഗാർഡനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ. ഇതാണ് ഇപ്പുറത്തെ സെക്ഷൻ. ഇവിടെയുള്ള ചെടികളെ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ കദളിപ്പൂ നിൽക്കുന്നത്. നല്ല ഭംഗിയല്ലേ ഇതിനെ എല്ലാം കാണാൻ. ഇതാണ് നമ്മുടെ കൊച്ചു ഗാർഡൻ. നമ്മുടെ ചെടികളൊക്കെ ദാണ്ട് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ സെക്ഷൻ. ഇനി വേറൊരു ചെടി കാണിക്കാം. ഇത് കണ്ടോ? നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഒരു അടിപൊളി ചെടിയാണ്. ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് ചുറ്റും കുറേ ചെടികളുണ്ട് ഗായ്സ്. അപ്പം ഇവിടെ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. മഴ ഇപ്പം പെയ്യും. അപ്പം അതും കൂടെ നിങ്ങളെ ക്ലൈമറ്റും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടിലെ ഇഷ്ടംപോലെ വെള്ളവും കുറേ മീനും വന്നു.